ഞാനേ ഒരു 10 ഉറുപ്പ്യ പോയിട്ടുണ്ട് ഇവിടെ. 10 ഉറുപ്പ്യ ഈ കാട്ടിലൊക്കെ 10 ഉറുപ്പ്യ പോയ കാണുക. കുന്തം പോയ കുടത്തിലും തപ്പണം എന്നാണല്ലോ. കുന്തം പോയിട്ടേ 10 ഉറുപ്പ്യല്ലേ പോയിക്കൊണ്ടേ. നോക്കട്ടെ ഇവിടെ തപ്പാണ്. അല്ല എവിടുക്ക പറ്റി പോണ്? ഞാന് പിന്നെ അങ്ങാടിയിലേക്കൊന്ന് പോണം. അങ്ങാടിക്കോ? പോവാ. അത് ശരി. ഞാൻ വീഡിയോക്കെ വാങ്ങണ്ടേ. എന്താല്ലേ ഒരുപാട് ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കണം നമ്മുടെ നാട്ടില്. ഈ അലാക്കിന്റെ കാടായിട്ട് കിടക്കിയിരുന്നു. ഞാൻ പോട്ടെ. അല്ല പോയല്ല. നിക്കേ കൊറേ കാര്യം പറയാണ്ട്. ധൃതി എനിക്ക് അങ്ങാടിയിലൊന്ന് പോയായിരുന്നു. അങ്ങാടിക്കൊക്കെ അമ്മ പോവാ. ഞാനും ഉണ്ടേ. ഞാൻ കൊറേ കാര്യങ്ങൾ എന്നോട് പറയാണ്ട്. അന്നൊക്കെ ഈ കാട് മുഴുവൻ നിറച്ച് കാടന്നായിട്ട് കിടക്കിയിരുന്നു. ഇപ്പോഴല്ലേ ഇതൊക്കെ വെട്ടി തെളിച്ചത്. അങ്ങനെ പുലി എന്തെല്ലാം സാധനങ്ങളിന്ന് ഇവിടെ നടന്നിന്ന് അറിയോ? ആന ചെന്നായ്ക്കൾ വരെ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഒരു പുലിന്റെ വെയ്ത്താലട് കൂടി. പുലി വെയ്ത്താല കൂടി എന്നല്ല ഞാൻ പാഞ്ഞു. പുലിന്റെ വെയ്ത്താലി തൊട്ടിയില്ലാന്നടുത്ത് പുലിന്റെ അടുത്ത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആ റോഡുണ്ടച്ച് ആ റോഡ് ആണ്ടും ഇങ്ങണ്ടും ഉണ്ട്. ഞാൻ വലത്തുക്കാണ്ട് പാഞ്ഞു. പുലിന്റെ വിചാരം ഞാൻ വലത്തുക്കാ പോയെന്ന് ഞാൻ ഒരൊറ്റ പോക്കി ഇടത്തുക്കാണ്ട് പോയി. അതിൽ പുലിന്റെ വെയ്ത്താലോട് കൂടിക്കാണ്ട് വലത്തുക്കാണ്ട് തിരിഞ്ഞു. ഞാൻ പുലിനെ പറ്റിച്ചില്ലേ. അങ്ങനെ എന്തെല്ലാം കഥകൾ ഉണ്ടായിട്ടുണ്ട് അറിയുന്നത്. അതേമാതിരി പെരുമ്പാമ്പിന്റെ ഒരു പടയെന്ന് ഇവിടെ ഓരോ റമ്മിന്റെ മണ്ണത്തിലുള്ള പെരുമ്പാമ്പെന്ന് ഇവിടെ നടന്നിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മൂത്രമൊഴിച്ചാണ്. ആ കുണ്ടുക്ക് മൂത്രമൊഴിച്ചത്. അതിലുണ്ട് ഒരു പെരുമ്പാമ്പ്. ആ പാമ്പും കൂടി ഇങ്ങനെ കയറിയായിരുന്നു. ഏത് മൂത്രത്തുമ്പോ കൂടി ഒറ്റ കട്ടിങ്ങ മൂത്രം ആ അടക്കണ്ട് പാമ്പ് കാരണം. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ട് എന്ന് പറയാം. അനക്ക് ഓർമ്മ ഉണ്ടാ ഒരിക്കൽ ഇവിടെ ആനാട് മേഞ്ഞറിഞ്ഞത്? ഒന്നായിട്ട് ആനക്കൂട്ടം മേഞ്ഞറിഞ്ഞ് നമ്മളെ പെരന്റെ അമ്മരത്തൊക്കെ ആനക്കൂട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ വായക്കോലായിട്ട് ഇവിടുന്നാട് പോവാണ്. അപ്പൊ ആനോട് നിക്ക അവിടെ ആറും ഇന്ത്യ ചോദിച്ചു. വായക്കോലോട് തന്നിട്ട് പോയിക്കോറും. അങ്ങനെ ആ വായക്കൊല ഞാൻ ആനക്കാണ്ട് കൊടുത്തു. അങ്ങനെ പിന്നെ എന്നും 100 വായ ചെയ്യുന്നതാണ്. പിന്നെ ഓല് വന്നിട്ട് ആ വായക്കൊല മുയ്യ ഓല കൊണ്ടുപോയത്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കൊണ്ടുപോയിക്കോട്ടെ. നല്ല സ്നേഹമുള്ള വർഗ്ഗമാണ്. ഇങ്ങോട്ട് നോക്കച്ച് ആ തെങ്ങമ്മക്കോ നോക്കാം എത്രത്തോളം തേങ്ങയാണ്. അതിമൊന്നും ഇപ്പൊ തേങ്ങയുടെ ആളെ കിട്ടണില്ല. ഒരിക്കതേമാതിരി ഞാൻ ആ തെങ്ങിന്റെ ഒട്ട് കൂടിയാണ് പോവാണ്. ഞാനാട് പോയി കഴിഞ്ഞേക്ക് ഒരു തേങ്ങ ഒറ്റ വികല് ഒറ്റ നേരം നിൽക്കുകയാണെങ്കിൽ എൻ്റെ നടുപ്പുറത്താണ് കാരം വിൽക്കുക. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. തെങ്ങ് ചതിച്ചൂല. തെങ്ങ് ചതിക്കൂല. തെങ്ങ് ചതക്കുള്ളൂ. തെങ്ങ് ചതക്കുവോ? എന്തപ്പങ്ങൾ ഇവിടെ ഈ കാട്ടിൽ നിക്കണേ? ഇവിടെ വേപ്പൈക്കൾ ഇറങ്ങിക്കോളൂ. പെരി പോയിക്കോളേ. ഞാൻ പോയിട്ട് ആ കുട്ടി പറഞ്ഞില്ലേ വേപ്പൈക്കളുണ്ട്. നിങ്ങൾ പെരി പോയിക്കോളിട്ടാ. വേപ്പയുണ്ട് ആ കുട്ടി പറഞ്ഞില്ലേ. ഞാൻ പോവേണ്ടിട്ടാ തന്നെ. കൊറേ കഥ ഇനിയും പറയാണ്ടേ. കഥ പിന്നെ പറയാ. വേപ്പയിലുണ്ടാവുമ്പോ കഥ അറിയില്ലേ. അങ്ങനെ പോയല്ലേ ജയ് നിക്കേ. ഞാൻ വരാം. എന്താണ് അല്ല ആ കുട്ടി ഇപ്പൊ പറഞ്ഞത് വേപ്പ ഉണ്ടാവുമോ? ഉണ്ടാവില്ലേക്കാരല്ലേ. ചിലപ്പോ ഉണ്ടായിക്കൂടാ. പറയാൻ പറ്റൂലേക്കാരൻ. വലിയ